ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷജൽസ് ക്രോഷേ. ഇന്ന് നമ്മൾ എങ്ങനെ ഒരു ബെൽ ക്രോഷേ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. നമുക്ക് ക്രിസ്മസ് ട്രീസ് ഡെക്കറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഹോം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽ പാറ്റേൺ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന യാൺ ഗ്രീൻ കളറിൻ്റെ DMC നിറ്റി 4 എക്സ്ട്രാ വാല്യൂ യാണാണ് എടുത്തേക്കുന്നത്. ഇത് വരുന്നത് 100 ഗ്രാമിലായിരിക്കും. പിന്നെ ഇതിൻ്റെ മീറ്റർ എന്ന് പറയുമ്പോൾ 280 മീറ്റേഴ്സ് നമുക്കുണ്ടാവും. ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്പർ പറയുന്നത് 3 നമ്പറാണ്. നമ്പർ 3 ആണ് ഇതിൻ്റെ സൈസ്. പിന്നെ അവർ പറഞ്ഞേക്കുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 4 mm. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് 5 mm ഹുക്ക് സൈസ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സിസേഴ്സ്, ജസ്റ്റ് സ്നിപ്പ് ഓഫ് ചെയ്യാനും എടുക്കാനും ഒക്കെ. പിന്നെ യാൺ നീഡിലുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഹുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ള യാൺസ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് തുടങ്ങാം നമുക്ക്. ചെയിൻ 5 3 4 5 ഫസ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അതിനുശേഷം 1 2 3 3 ചെയിൻസ് ഇട്ടു. ഇതൊരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ക്രോഷേയും കൂടി. അപ്പോൾ നമുക്ക് 2 ഡബിൾ ക്രോഷേ ആയി. ചെയിൻ 1, ഇതിൻ്റെ ഇടയ്ക്ക് 1 മോർ ചെയിനും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ക്രോഷേ 1 ആൻഡ് ദെൻ ഒന്നും കൂടി 2 ഡബിൾ ക്രോഷേ. അഗെയിൻ ചെയിൻ 2, ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ 1 2 ചെയിൻ 2, അഗെയിൻ 2 ഡബിൾ ക്രോഷേ 1 2 ചെയിൻ 2 2 ഡബിൾ ക്രോഷേ 1 2 ചെയിൻ 2 2 ഡബിൾ ക്രോഷേ 1 2. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് 1 2 3 4 5 6 6 പെയേഴ്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് 2 ഡബിൾ ക്രോഷേ വെച്ചിട്ട്. ചെയിൻ 2, ഇനി തേർഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അതിനുശേഷം നെക്സ്റ്റ് ഉള്ളതിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നെക്സ്റ്റ് ഉള്ള ഡബിൾ ക്രോഷേൻ്റെ പുറത്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു സ്പേസിലോട്ട് വന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ, എന്നിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ട് ഒരു സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൂപ്പിലിട്ട് 1 മോർ സിംഗിൾ ക്രോഷേ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആയി. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷേയും കൂടി ഇടാം. അതിനുശേഷം ചെയിൻ 1, എൻ്റെ ഇടയ്ക്ക് തന്നെ 2 ഡബിൾ ക്രോഷേ 1 2. yarn over നെക്സ്റ്റ് ഉള്ള സ്പേസിൽ അതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ 1 2. നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 2 ഡബിൾ ക്രോഷേ 1 2 ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. അഗെയിൻ നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. അഗെയിൻ ലാസ്റ്റത്തേലും അതേപോലെ തന്നെ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് ഈ ഒരു തേർഡ് ചെയിനിൽ നമുക്ക് ഇതിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മളിവിടെ 1 2 3 റോസ് കഴിഞ്ഞു. അഗെയിൻ 4th റോ 3 ചെയിൻ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷേ, ചെയിൻ 1, അഗെയിൻ
2 ഡബിൾ ക്രോഷേസ് 1 2. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പേസിൽ 1 2 ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. again next സ്പേസിൽ 1 ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 1 ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ ചെയിൻ 1 2 ഡബിൾ ക്രോഷേ 1 2. ഈ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 2 ഡബിൾ ക്രോഷേ 1 2 ചെയിൻ 1 1 2. ഈ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് 1 ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ ചെയിൻ 1 2 ഡബിൾ ക്രോഷേ 1 2. ഇനി ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ടോട്ടലി നമുക്ക് 1 2 3 4 റോസായി ഏകദേശം ഒരു ബെല്ലിൻ്റെ ഷേപ്പ് വന്നു. ഇനി നെക്സ്റ്റ് ഉള്ളതിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ സെക്കൻഡ് ലൂപ്പിലിട്ട് ഒരു സിംഗിൾ ക്രോഷേയും കൂടി അഗെയിൻ 1 മോർ സിംഗിൾ ക്രോഷേ. അപ്പോൾ നമുക്കിവിടെ ഒരു ഡബിൾ ക്രോഷേ കിട്ടി. yarn over ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് 2 3 4 5 6 ടോട്ടലി നമ്മൾ 8 ഡബിൾ ക്രോഷേസ് ആണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ. അതിനുശേഷം ഈ ഒരു ചെയിൻ 1ൻ്റെ സ്പേസിൽ അഗെയിൻ 8 ഡബിൾ ക്രോഷേസ് 1 2 3 4 5 6 7 8. നെക്സ്റ്റ് ഉള്ളതിൽ ഒരു സിംഗിൾ ക്രോഷേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 8 ഡബിൾ ക്രോഷേ 1 2 3 4 5 6 7 8. നെക്സ്റ്റ് ഉള്ളതിൽ ഒരു സിംഗിൾ ക്രോഷേ. അതിനുശേഷം നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 8 ഡബിൾ ക്രോഷേ 1 2 3 4 5 6 7 8. നെക്സ്റ്റ് ഉള്ളതിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇനി ഈ ഒരു സ്പേസിൽ 8 ഡബിൾ ക്രോഷേ 1 2 3 4 5 6 7 8. നെക്സ്റ്റ് ഉള്ളതിൽ ഒരു സിംഗിൾ ക്രോഷേ. അതിനുശേഷം നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 8 ഡബിൾ ക്രോഷേ 1 2 3 4 5 6 7 8. ഈ നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ. എന്നിട്ട് ഇവിടെ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ അടിയിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1. നമുക്ക് ഈ ആണിങ്ങനെ സ്നിപ്പ് ഓഫ് ചെയ്യാം. ഇനി എക്സസ് ആയിട്ടുള്ള യാൺ നമുക്കിവിടെ ഹൈഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു പീസ് ഓഫ് യാൺ എടുത്തിട്ട് നമുക്ക് ഈ ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ
ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇങ്ങനെ അതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ 1 2 3 4 5 6 7 8 9 10 ചെയിൻസ് ഇട്ടു. എന്നിട്ട് ലാസ്റ്റത്തെ ഇവിടെ നമ്മളിട്ടില്ലായിരുന്നോ ആദ്യത്തെ സ്റ്റിച്ച്, അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഒരു ചെയിനും കൂടി ഇട്ട് കഴിയുമ്പോൾ അവിടെ അത് സെക്യൂർ ആയിട്ടിരിക്കും. നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബെല്ലിവിടെ റെഡിയായി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വേറൊരു പാറ്റേണായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതായിരിക്കും. ബൈ ബൈ.